Prayer. Dear Allah, please bless every teacher and mentor present in this classroom. Grant us open heart and clear minds so that we can understand the lessons that are presented to us. Amen. Thank you. Good morning, respected teacher and my dear friends. It is my pleasure to welcome you all to today's online class. Even though we are not in the classroom, we are connected through on this online platform to learn together. I warmly welcome our respected teacher who always guides and support us. I also welcome all my dear classmates. Let us make today's class interesting and productive by listening carefully and participating actively. Thank you everyone. Have a great class. Good morning, everyone. Thought of the day. Train your mind to see the good in every situation. Thank you. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. So, നമ്മളുടെ യൂണിറ്റ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ അല്ലേ? ഇനി ഏതെങ്കിലും എടുക്കാനുണ്ടോ? ഏതെങ്കിലും എടുക്കാൻ ചാപ്റ്റർ ഉണ്ടോ എന്ന് നോക്കോ? മാം പാർട്ട് 3 9th ചാപ്റ്റർ ഉണ്ടെന്നുണ്ട്. ടെൻഡൻസീസ് ഓഫ് മാൻ അല്ലേ? അത് മാത്രല്ലേ എടുക്കാനുള്ളൂ? അത് ഷംസ് എടുക്കാന്നാ പറഞ്ഞിരിക്കണേ കേട്ടാ. ഓക്കെ ഓക്കെ, നമുക്കൊരു റിവിഷൻ നോക്കിയാലോ? മാം സെമിനാർ ഉണ്ട്. സെമിനാർ ഏതൊരു? ഓക്കെ ഓക്കെ ഓക്കെ. നോർമലൈസേഷനും ഡിവിയേഷൻ കഴിഞ്ഞു സൊസൈറ്റി ഓഫ് കൊഹീഷൻ. സൊസൈറ്റി ഓഫ് കൊഹീഷൻ, അതെ മാം. പേജ് നമ്പർ മൂവ്മെന്റ്സിന്റെ സെമിനാർ ഉണ്ടല്ലേ, ഞാൻ വിട്ടുപോയി. പേജ് നമ്പർ എത്രയാണെന്ന് പറയാമോ? 118. 118. ഓക്കെ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ അല്ലേ? ആരായിരുന്നു ടോപ്പിക്? സൊസൈറ്റി ഓഫ് കൊഹീഷൻ ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു മാം? ഓക്കെ, പ്രസന്റ് ചെയ്തോടെ പിൻ ചെയ്യാം കേട്ടോ. Good morning, everyone. I am Shruti Suresh. Today I am going to explain about Society of Cohesion in Montessori education. First one, meaning of Society of Cohesion. Cohesion എന്നത് യൂണിറ്റി, ടുഗദർനെസ്, കോഓപ്പറേഷൻ എന്നാണ് അർത്ഥം വരുന്നത്. മോണ്ടിസോറി ക്ലാസ് റൂമിൽ ചിൽഡ്രൻ ഫ്രീ ആയി വർക്ക് ചെയ്യുമ്പോൾ അവർ തമ്മിൽ നാച്ചുറലായി ഒരു ബോണ്ടിങ് ഉണ്ടാകും. ഈ യൂണിറ്റിനാണ് സൊസൈറ്റി ഓഫ് കോഹീഷൻ എന്ന് പറയുന്നത്. ഇത് ഫോഴ്സ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, നാച്ചുറലായി ഡെവലപ്പ് ആകുന്നതാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് മോണ്ടിസോറി ക്ലാസ് റൂം എൻവിറോൺമെന്റ്. മോണ്ടിസോറി ക്ലാസ് റൂം സ്പെഷ്യൽ ആണ് ബിക്കോസ് ചൈൽഡ് സെന്റർഡ് ലേണിംഗ്, ഫ്രീഡം ടു ചൂസ് ആക്ടിവിറ്റീസ്, calm and peaceful atmosphere, teacher as a guide, not a controller.
ടീച്ചർ കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് മനസ്സിലാക്കി ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. എക്സാമ്പിൾ, ഒരു ചൈൽഡ് റീഡിംഗ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവൻ റീഡിംഗ് കോർണറിൽ വർക്ക് ചെയ്യാം. അനദർ ചൈൽഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ചെയ്യാം. എല്ലാവർക്കും ഓൺ പേസിൽ പഠിക്കാൻ ഫ്രീഡം ഉണ്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇന്റേണൽ നീഡ്സ് ടു ദ ചൈൽഡ്. എല്ലാ കുട്ടികൾക്കും ഓൺ നീഡ്സ് ഉണ്ട്. അതായത് എക്സ്പ്ലോറേഷൻ, മൂവ്മെന്റ്, ലേണിംഗ് ബൈ ഡൂയിങ്, ഇൻഡിപെൻഡൻസ്. മോണ്ടിസോറി ടീച്ചർ ഈ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. വെൻ ചിൽഡ്രൻസ് ഇന്റേണൽ നീഡ്സ് സാറ്റിസ്ഫൈ ആകുമ്പോൾ സ്ട്രെസ് കുറയും, ബിഹേവിയർ ഇംപ്രൂവ് ആകും, കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആകും. ദ നെക്സ്റ്റ് വൺ ഈസ് നോർമലൈസേഷൻ ഓഫ് ചിൽഡ്രൻ. കുട്ടികൾക്ക് ഫ്രീഡം കിട്ടുമ്പോൾ അവരുടെ മെന്റൽ എനർജി, അതായത് മനസ്സ്, ഫിസിക്കൽ എനർജി, ഈ ഫിസിക്കൽ എനർജി എന്ന് പറയുന്നത് ശരീരം, ഈ രണ്ടും ബാലൻസ് ആകും. ഇതിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ചൈൽഡ് ബിക്കംസ് കാം, ടു ഫോക്കസ്ഡ് ആൻഡ് റെസ്പോൺസിബിൾ, സെൽഫ് ഡിസിപ്ലിൻ. ഇതിനെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ക്ലാസ്സിൽ ഓൾവേസ് നോയ്സ് ചെയ്യുന്ന ചൈൽഡ് ബ്ലോക്സ് അറേഞ്ച് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്താൽ സൈലന്റ് ആയി വർക്ക് ചെയ്യാൻ തുടങ്ങും. ദ നെക്സ്റ്റ് വൺ ഈസ് ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻ ടുഗദർ. മോണ്ടിസോറി എഡ്യൂക്കേഷൻ പറയുന്നത് ഫ്രീഡം ഉണ്ടെങ്കിൽ ഡിസിപ്ലിൻ ഇല്ല എന്നല്ല. റിയൽ ഡിസിപ്ലിൻ ഇൻസൈഡ് ഫ്രം ചൈൽഡ് വരണം. ചിൽഡ്രൻ ചോയ്സ് കിട്ടുമ്പോൾ റൂൾസ് റെസ്പെക്ട് ചെയ്യും, അതേഴ്സിനെ, അതായത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളത് പഠിക്കും, റെസ്പോൺസിബിലിറ്റി ലേൺ ചെയ്യും. എക്സാമ്പിൾ പറയണമെങ്കിൽ ആക്ടിവിറ്റി കഴിഞ്ഞപ്പോൾ മെറ്റീരിയൽസ് പ്ലേസിൽ തിരിച്ച് വെച്ചിട്ട് പോകുന്നതാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഫോർമേഷൻ ഓഫ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. നോർമലൈസ്ഡ് ചിൽഡ്രൻ കൂടി വരുമ്പോൾ ക്ലാസ് റൂം ഒരു സ്മോൾ സൊസൈറ്റി പോലെ ആകും. അവർ പരസ്പരം ഹെൽപ്പ് ചെയ്യും, കോഓപ്പറേഷൻ ഉണ്ടാകും, ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആകും, കോമ്പറ്റീഷൻ കുറയും. ഇതിനെ മോണ്ടിസോറി സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ എന്ന് വിളിക്കുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് നാച്ചുറൽ ക്വാളിറ്റീസ് ഓഫ് ചിൽഡ്രൻ. ചിൽഡ്രൻ നാച്ചുറലി ലവ് ആൻഡ് കൈൻഡ്നെസ് ഉള്ളവരാണ്. സിമ്പതി ഫീൽ ചെയ്യും, കെയർ ഫോർ അതേഴ്സ് കാണിക്കും. റൈറ്റ് എൻവിറോൺമെന്റ് കിട്ടിയാൽ ഈ ക്വാളിറ്റീസ് സ്ട്രോങ് ആകും. എക്സാമ്പിൾ, ഒരു കുട്ടി കരയുന്നുണ്ടെങ്കിൽ മറ്റൊരു കുട്ടി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. അതുപോലെ തന്നെ ഒരു കുട്ടി പെൻസിൽ മറന്ന് വന്നാൽ മറ്റൊരു കുട്ടി തന്റെ പെൻസിൽ ഷെയർ ചെയ്യും. ഇതൊക്കെ ടീച്ചർ പറയാതെ തന്നെയാണ്. ഇതാണ് കോഹിഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് റോൾ ഓഫ് എൻവിറോൺമെന്റ്. എൻവിറോൺമെന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ് റൂം എപ്പോഴും ക്ലീൻ, ഓർഗനൈസ്ഡ്, ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കുമ്പോൾ ചിൽഡ്രൻ കംഫർട്ടബിൾ ഫീൽ ചെയ്യും. എൻവിറോൺമെന്റ് ഇറ്റ്സെൽഫ് ടീച്ചേഴ്സ് ഡിസിപ്ലിൻ. ദ നെക്സ്റ്റ് വൺ ഈസ് റോൾ ഓഫ് ടീച്ചർ. ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത് പ്രോപ്പർ എൻവിറോൺമെന്റ് കൊടുക്കുക, ഫ്രീഡം കൊടുക്കുക, ഓവർ കൺട്രോൾ ചെയ്യരുത്, ചിൽഡ്രനെ ഒബ്സർവ് ചെയ്യുക. ടീച്ചർ ചിൽഡ്രനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ചിൽഡ്രൻ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യും. കൺക്ലൂഷൻ. So, society of cohesion means a classroom where children live and learn together with love, discipline and cooperation. Freedom plus proper environment plus guidance is equal to cohesive society. നമ്മൾ ഫ്യൂച്ചർ ടീച്ചറായി ചിൽഡ്രനെ ഫോഴ്സ് ചെയ്യാതെ അവർക്ക് റൈറ്റ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവർ നാച്ചുറൽ ആൻഡ് റെസ്പോൺസിബിൾ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യും. താങ്ക് യു മാം ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. താങ്ക് യു മാം. നെക്സ്റ്റ് ഞാനാണ് മാം. ഗുഡ് മോർണിംഗ് ടു ma'am. Good morning to respected ma'am and my dear friends. Today I feel very happy and confident to stand before you and present my seminar. Introduction. The topic of my seminar is components of cohesion in Montessori classroom. First of all, what is cohesion? Cohesion means unity, harmony and togetherness. Cohesion എന്നത് ഐക്യം, ഒത്തൊരുമ, പരസ്പര സഹകരണം എന്നതാണ്. Dr. Maria Montessori believed that when children are placed in a properly prepared environment and given freedom within limits, social harmony develops naturally. Dr. Maria Montessori പറയുന്നത് ശരിയായ അന്തരീക്ഷവും നിയന്ത്രിതമായ സ്വാതന്ത്ര്യവും ലഭിക്കുമ്പോൾ കുട്ടികളിൽ ഐക്യം സ്വാഭാവികമായി വളരുന്നു എന്നാണ്. Cohesion does not develop through force. Cohesion ബലപ്രയോഗത്തിലൂടെ ഉണ്ടാകുന്നതല്ല. It develops through interaction, respect and mutual understanding. അത് ഇടപെടലിലൂടെ, ബഹുമാനത്തിലൂടെ, പരസ്പര ധാരണയിലൂടെ ഉണ്ടാവുന്നതാണ്. കോഷൻ ഹാസ് 4 important components. കോഷന് 4 പ്രധാന ഘടകങ്ങളാണുള്ളത്.
Today I am going to explain the first two components. First component, respect for the rights of others. മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കൽ. In a Montessori classroom, every child has freedom to choose their own work. മോണ്ടിസോറി ക്ലാസ്സിലെ ഓരോ കുട്ടിക്കും ജോലി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബട്ട് ഫ്രീഡം ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് റെസ്പോൺസിബിലിറ്റി. എന്നാൽ സ്വാതന്ത്ര്യം ഉത്തരവാദിത്വത്തോടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് വൺ ചൈൽഡ് ഈസ് യൂസിങ് എ മെറ്റീരിയൽ, അനദർ ചൈൽഡ് മസ്റ്റ് വെയിറ്റ് പേഷ്യൻലി. ഒരു കുട്ടി ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നുവെങ്കിൽ മറ്റൊരാൾ ക്ഷമയോടെ കാത്തിരിക്കണം. ത്രൂ ദിസ് ചിൽഡ്രൻ ലേൺ പേഷ്യൻസ്, റെസ്പെക്ട് ആൻഡ് സെൽഫ് കൺട്രോൾ. ഇതിലൂടെ കുട്ടികൾക്ക് ക്ഷമയും ബഹുമാനവും സ്വയം നിയന്ത്രണവും വളരുന്നു. ഇഫ് എനി കോൺഫ്ലിക്ട് അറൈസസ്, ദ ടീച്ചർ ഡസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ഇന്റർഫിയർ. ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ടീച്ചർ ഉടനെ അതിൽ ഇടപെടുന്നില്ല. ചിൽഡ്രൻ ആർ എൻകറേജ്ഡ് ടു സോൾവ് പ്രോബ്ലംസ് ത്രൂ ഡിസ്കഷൻ. പ്രശ്നങ്ങൾ അവർ തന്നെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ദസ് റെസ്പെക്ട് ഫോർ അതേഴ്സ് റൈറ്റ്സ് ബിൽഡ്സ് ഇന്നർ ഡിസിപ്ലിൻ ആൻഡ് ഹാർമണി. ഇങ്ങനെയുള്ളവരിൽ നിന്ന് ഇന്നർ ഡിസിപ്ലിനും ഐക്യവും വളരുന്നു. നെക്സ്റ്റ് വൺ, റെസിപ്രോക്കൽ ഹെൽപ്പ്. ദ സെക്കൻഡ് കമ്പോണന്റ് ഓഫ് കോഹിഷൻ ഈസ് റെസിപ്രോക്കൽ ഹെൽപ്പ്. പരസ്പര സഹായമാണ്. മോണ്ടിസോറി ക്ലാസ് റൂം യൂഷ്വലി ഹാവ് മിക്സ്ഡ് ഏജ് ഗ്രൂപ്പ്സ്. മോണ്ടിസോറി ക്ലാസ്സുകളിൽ വിവിധ പ്രായക്കാരായ കുട്ടികൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. ദിസ് നാച്ചുറലി എൻകറേജസ് ഹെൽപ്പിംഗ് ബിഹേവിയർ. ഇത് സ്വാഭാവികമായി സഹായ മനോഭാവം വളർത്തുന്നു. ഓൾഡർ ചിൽഡ്രൻ ഹെൽപ്സ് യങ്ങർ ചിൽഡ്രൻ ഇൻ ലേണിംഗ് ആക്ടിവിറ്റീസ്. മുതിർന്ന കുട്ടികൾ ചെറിയ കുട്ടികളെ പഠനത്തിൽ സഹായിക്കുന്നു. യങ്ങർ ചിൽഡ്രൻ ഒബ്സർവ് ആൻഡ് ലേൺ ഫ്രം ദം. ചെറുപ്പക്കാർ മുതിർന്നവരെ, അതായത് ചെറിയ കുട്ടികൾ മുതിർന്ന കുട്ടികളെ കണ്ട് പഠിക്കുന്നു. ദർ ഇസ് നോ കോമ്പറ്റീഷൻ ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ. മോണ്ടിസോറി വിദ്യാഭ്യാസത്തിൽ മത്സരങ്ങളില്ല. ദർ ആർ നോ റാങ്ക്സ് ഓർ പ്രൈസസ്. റാങ്കുകളോ സമ്മാനങ്ങളോ ഇല്ല. ബിക്കോസ് ഓഫ് ദിസ് ചിൽഡ്രൻ ഡെവലപ്പ് കോഓപ്പറേഷൻ, ഷെയറിംഗ് ആൻഡ് എമ്പതി. ഇതിലൂടെ കുട്ടികൾക്ക് സഹകരണം, പങ്കിടൽ മനോഭാവം, സഹാനുഭൂതി എന്നിവ വളരുന്നു. റെസിപ്രോക്കൽ ഹെൽപ്പ് സ്ട്രെങ്തൻസ് യൂണിറ്റി എമംഗ് ചിൽഡ്രൻ. പരസ്പര സഹായം കുട്ടികളിൽ ഐക്യം ശക്തമാക്കുന്നു. To conclude, cohesion in Montessori classroom has 4 components. In this seminar, I explained the first 2 components. First one, respect for the rights of others. Next, reciprocal help. When children respect others and help one another, they grow into responsible and compassionate individuals. കുട്ടികൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുമ്പോൾ അവർ ഉത്തരവാദിത്തമുള്ള കരുണയുള്ള വ്യക്തികളായി വളരുന്നു. കോഷൻ ഈസ് നോട്ട് ജസ്റ്റ് എ ക്ലാസ് റൂം കൺസെപ്റ്റ്, ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എ പീസ്ഫുൾ സൊസൈറ്റി. കോഷൻ ഒരു ക്ലാസ് ആശയം മാത്രമല്ല, അതൊരു സമാധാനപരമായ സമൂഹത്തിന്റെ അടിത്തറയാണ്. With great confidence, I conclude my seminar here. Montessori education does not only educate the mind, it transforms the ക്യാരക്ടർ. മോണ്ടിസോറി വിദ്യാഭ്യാസം ബുദ്ധിയെ മാത്രം രൂപപ്പെടുത്തുന്നില്ല, അത് വ്യക്തിത്വത്തെ തന്നെ മാറ്റുന്നു. സോ കോഷൻ ഇൻ ദ ക്ലാസ് റൂം ടുഡേ ബിക്കംസ് പീസ് ഇൻ ദ സൊസൈറ്റി ടുമോറോ. ഇന്നത്തെ ക്ലാസ് റൂമിലെ കോഷൻ നാളെയുടെ സമൂഹത്തിലെ സമാധാനമായി മാറുന്നു. താങ്ക് യു ഫോർ ഗിവ് മീ ദിസ് വാല്യുബിൾ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു all for your kind and patience listening. Once again, I would like to express my sincere thanks to everyone. I extend my heartfelt gratitude to my respected teacher and dear friends for your support and attention. Thank you. Thank you so much. Thank you, ma'am. Okay. Good morning, ma'am, and everyone. Today I am discussing about the topic social cohesion based on some following principles. I am discussing about the 2 principles, that is moral help and harmony. First one is moral help. A child provides moral help to the other children by comforting them for being wrong, for being bad. അതായത് ഒരു കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ബാഡ് ബിഹേവ് ചെയ്താൽ മറ്റു കുട്ടികൾ അത് തിരുത്താനായിട്ട് അത് അവരെ സഹായിച്ചു കൊടുക്കുന്നു. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു മനോഭാവം കുട്ടികളുണ്ടാകുന്നു. അതാണ് മോറൽ ഹെൽപ്പ്. ഡിഫറെന്റ് ഫ്രം ദി ചൈൽഡ് റിഗാർഡ് ദി wrong done as something bad or mischief, but rather regard it as misfortune
and the one who had done it as unfortunate, one who should be comforted and helped. ഏതെങ്കിലും ഒരു കുട്ടി ഇപ്പൊ ഒരു മുതിർന്ന കുട്ടികളും ഉണ്ടാവും, എല്ലാ കുട്ടികളും ഗ്രൂപ്പായിട്ടാണ്. ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും ഒരു ചെറിയ കുട്ടികൾ എന്തെങ്കിലും ഒരു മിസ്ബിഹേവ് അല്ലെങ്കിൽ ബാഡ് ബിഹേവ് ചെയ്താൽ അത് തിരുത്തി കൊടുക്കാൻ മുതിർന്ന കുട്ടികൾ തയ്യാറാവുന്നു. അതാണ് മോറൽ ഹെൽപ്പ്. മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു, പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ല മറ്റു ആക്ടിവിറ്റീസ് ആണെങ്കിലും എന്തെങ്കിലും ഒരു സ്വഭാവ വൈകല്യം അവർ കാണിക്കുന്നതിലാണെങ്കിലും മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുട്ടികൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. Children will inspire one another to be good. In a mixed age group, older children provide the role model in the class. The exercises of practical life which inspire social grace and courtesy help get the children into a cohesive group. ഒരു ക്ലാസ്സിൽ മിക്സഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള കുട്ടികളായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മുതിർന്ന കുട്ടികളെയാണ് ചെറിയ കുട്ടികൾ റോൾ മോഡൽ ആക്കുന്നത്. ഒരു കുട്ടി നല്ലൊരു ഗുഡ് ബിഹേവ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു കുട്ടികൾ അവരെ ഇൻസ്പയർ ചെയ്യുന്നു. നല്ല രീതിയിലാകണം അല്ലെങ്കിൽ നല്ല ബിഹേവിയറോട് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ ഇൻസ്പയർ ചെയ്യുന്നു. എക്സസൈസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് തന്നെ അവർക്കത് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് ഇങ്ങനെ ചെറുപ്പത്തിലെ മുതൽ അവർ ശീലിക്കുമ്പോൾ നല്ല ബിഹേവ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് ശീലിക്കുമ്പോൾ അവരുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്കാണ് അവർക്കത് കിട്ടുന്നത്. ദാറ്റ് ഈസ് മോറൽ ഹെൽപ്പ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഹാർമണി. Harmony is encouraged in the class through working together. As there is only one set of material in a class, a child who wants to use them will have to wait till the child who is using it has finished and put it back in its place. Harmony എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് ഒരുമിച്ച് ചെയ്യുന്നതിലൂടെയാണ് ഹാർമണി കുട്ടികളിൽ ഉണ്ടാകുന്നത്. ഒരു വർക്ക് കുട്ടികൾ ഒരുമിച്ചിരുന്ന് ചെയ്യുന്നതിലൂടെയാണ് ഹാർമണി ക്ലാസ് റൂമിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം മോണ്ടിസോറി മെറ്റീരിയൽസിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഒരു കുട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടി അത് ചെയ്ത് കഴിഞ്ഞ് അത് അതിന്റെ പ്രോപ്പർ പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കുന്നത് വരെ മറ്റു കുട്ടികൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു ഐക്യമാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു പേഷ്യൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. Through this, the children learn to exercise patience and respect, which will gradually bring about harmony in the class. ഇങ്ങനെ അവര് ഇങ്ങനെ ഐക്യത്തോടുകൂടി അവർ ഒരേ വർക്ക് ചെയ്യുന്നതിലൂടെ ആ ക്ലാസ്സിൽ ഒരു ഹാർമണിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് കുട്ടികൾ തമ്മിലുള്ള ഒരു ഐക്യമാണ്, അല്ലെങ്കിൽ ഒരു പേഷ്യൻസ്, കുട്ടികൾക്ക് ഒരു പേഷ്യന്റ് ആണ് അവിടെ, ക്ഷമയാണ് കുട്ടികളുടെ ലൈഫിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ ക്ലാസ്സിൽ ഒരു ഐക്യം ഡെവലപ്പ് ചെയ്യുന്നു. When there is such cohesion, the following can be received for the children. നമ്മൾ മുതിർന്നവരിൽ ഏറ്റവും കുറവായിട്ട് കാണുന്ന ഏറ്റവും വലിയ ശീലമാണ് ക്ഷമ എന്നുള്ളത്. പക്ഷെ കുട്ടികൾ ചെറുപ്പം മുതലേ ഐക്യത്തോടുകൂടി ക്ഷമയോടുകൂടി ഓരോ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ലൈഫ് ലോങ് ആ ക്ഷമയും ഐക്യവും കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. that is components in social cohesion, moral help and harmony. Thank you. Thank you, ma'am. Yes, please. Good morning, ma'am. Morning. My dear friends, I am going to talk about Society of Cohesion. പ്രധാന ഘട്ടങ്ങളെ കുറിച്ചാണ്. പ്രധാന ഘട്ടങ്ങൾ കോപ്പറേഷൻ, ഡിസിപ്ലിൻ, സോഷ്യൽ സെന്റിമെന്റ്, ഒബീഡിയൻസ്, ക്യാരക്ടർ. ഫസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു സൊസൈറ്റി ഓഫ് കോഹഷൻ എന്നത് കുട്ടികൾ തമ്മിലുള്ള ഐക്യമാണെന്ന്. കോർപ്പറേഷൻ, ഒബീഡിയൻസ്, ഗുഡ് ക്യാരക്ടർ, സാമൂഹിക വികാരം എന്നിവ വളരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് എന്ത് സൊസൈറ്റി ഓഫ് കോഹഷൻ എന്ന് പറയുന്നത്. ഈ ആശയം അവതരിപ്പിച്ചത് മരിയ മോണ്ടിസോറിയാണ്. മോണ്ടിസോറി ക്ലാസ്സിൽ കുട്ടികൾ ഒരു ചെറിയ സമൂഹമായി ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. സൊസൈറ്റി ഓഫ് കോഹഷന്റെ പ്രധാന ഘട്ടങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോർപ്പറേഷൻ. കോപ്പറേഷൻ എന്നത് സഹകരണം എന്നത് കുട്ടികൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഇത് കുട്ടികളിൽ സൗഹൃദവും ഐക്യവും വളർത്തുന്നു. കുട്ടികൾ ഒരുമിച്ച്, ഞാനിപ്പോ പ്രാക്ടീസിന് പോയപ്പോൾ അവിടെ കുട്ടികളെല്ലാവരും ആക്ടിവിറ്റി ഒരുമിച്ച് വളരെ സഹകരണത്തോടെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഒരാള് അത് ചെയ്യുകയാണെങ്കിൽ അടുത്ത ആൾ അത് വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവിടെ വളരെ പേഷ്യൻസോടുകൂടി അവരത് വെയിറ്റ് ചെയ്തിരുന്ന് അത് ചെയ്യും. അതുപോലെ തന്നെ അവർ ചെയ്തതിന് ശേഷം അവരത് കൊണ്ടുവയ്ക്കും. അവിടെ തന്നെ ആ കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവയ്ക്കും. അതേപോലെ തന്നെ അവിടെ കൊണ്ടുവയ്ക്കും. അതാണ് എനിക്ക് വലിയൊരു അതിശയം തോന്നിയ കാര്യം. അപ്പൊ അവർക്ക് വല്ലാണ്ട് കോപ്പറേഷൻ നന്നായി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അവിടെ LKG UKG
കുട്ടികളെ ഞാൻ വളരെ ശ്രദ്ധിച്ചു. പെട്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അവര് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നി. കാരണം അവര് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവര് ചെറിയൊരു ചൂലും ചെറിയൊരു അടിച്ചുകോലും വെച്ച് അവര് ക്ലാസ് തന്നെ നീറ്റായി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അവര് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ചെറിയൊരു ചൂലും അവർക്ക് വെച്ചിട്ടുണ്ട്. അത് ചെയ്യണ കണ്ടപ്പോ എനിക്ക് തന്നെ അതിശയം തോന്നി. അപ്പൊ അവരതില് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ആൺകുട്ടികളോ പെൺകുട്ടികളോ അങ്ങനെ വ്യത്യാസമൊന്നും കാണിച്ചില്ല. അവരെല്ലാവരും ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോ അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റികൾ ചെയ്ത് കഴിഞ്ഞാൽ അവര് ക്രമമായിട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പൊ നഴ്സറി കുട്ടികൾക്ക് ഈ ആക്ടിവിറ്റികൾ അപ്പൊ LKG UKG അവർക്ക് ആ ചെറിയൊരു ആക്ടിവിറ്റി അതാണ് ഞാൻ ചെയ്യണത് കണ്ടത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ എനിക്ക് അതിശയം. പിന്നെ എന്നും ചെയ്യുന്നുണ്ട് അവര്. അത് ക്ലാസ് കഴിയുമ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഡിസിപ്ലിൻ എന്നത് കുട്ടികൾ സ്വയം നിയന്ത്രണം പാലിക്കുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നതാണ്. മോണ്ടിസോറിയിൽ ഡിസിപ്ലിൻ പുറത്തുനിന്നുള്ള നിർബന്ധമല്ല. അതായത് നമ്മളിപ്പോ നിർബന്ധിച്ച് അങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ സംസാരിക്കരുത് അങ്ങനെ പറഞ്ഞ് നമ്മൾ അവരെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അവര് ആ ആക്ടിവിറ്റി ചെയ്യുന്നതോട് കൂടിയാണ് അവർ ഡിസിപ്ലിൻ ആയി. അവിടെ ക്ലാസ് വളരെ സൈലന്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അവർ ആരോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അപ്പൊ എനിക്കൊന്നും വെറുതെ ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ഒരാൾ ചെയ്യണ ഒരാള് വേറൊരു കുട്ടി വന്നിട്ട് എനിക്ക് വേണം അത് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ പറയും ഒന്ന് വെയിറ്റ് ചെയ്താ മോൾക്ക് അടുത്ത പ്രാവശ്യം തരാം നെക്സ്റ്റ് തരാം എന്ന് പറഞ്ഞാൽ അവരവിടെ ഇരുന്നു. അപ്പൊ ഡിസിപ്ലിൻ പിന്നെ അത് ശ്രദ്ധിച്ച് അവർ ഇരിക്കുകയും ചെയ്യണം. ആ കുട്ടി ചെയ്യുന്നത് നോക്കി അവിടെ ഇരിക്കുകയും ചെയ്യണം. അതിനുശേഷം പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ അവരത് കൊണ്ടുവച്ചു. അപ്പൊ അതുകൊണ്ട് സംസാരമില്ല. പല ആക്ടിവിറ്റികളിൽ അവര് ചെയ്യാനുള്ളത്. ഒരു 4 ആക്ടിവിറ്റി ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തേക്ക് പോകും. അപ്പൊ അവർക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നിനും അവർക്ക് ടൈം കൂടില്ല. അവർ ആ ഡിസിപ്ലിൻ ആയിട്ട് ഇരുന്ന് അതൊക്കെ ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു നല്ല ശാന്തതയാണ് ക്ലാസ്സിൽ. ഡിസിപ്ലിൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആക്ടിവിറ്റി കൊടുത്താൽ പിന്നെ ഒരു പ്രശ്നവുമില്ല ക്ലാസ്സിൽ. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയമാണെങ്കിൽ ചിലപ്പോൾ അവര് സംസാരിക്കുക വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ ആക്ടിവിറ്റി കൊടുത്താൽ അവരതിൽ ശ്രദ്ധിച്ച് ഇരുന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സോഷ്യൽ സെന്റിമെന്റ്. കുട്ടികൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മനോഭാവമാണ്. കുട്ടികളെ നല്ല സാമൂഹിക വ്യക്തികളാക്കി മാറ്റാൻ ഇത് സഹായിക്കും. അതില് ഞാൻ ക്ലാസ് എടുത്ത ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി അവൾക്ക് ഭയങ്കര സെന്റിമെന്റ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് അവളെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ചോദിച്ചതാണ് എന്റെ കൈ എവിടെയോ തട്ടിയപ്പോ നല്ല വേദന എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൈ നല്ല വേദനയുണ്ട്, എന്ത് ചെയ്യാ ആരോ ഒന്ന് ഊതി തരാന്ന് ചോദിച്ചപ്പോ അവര് 2-3 പേര് വന്നിട്ട് ഞാൻ ടീച്ചർക്ക് ഊതി തരാന്ന് പറഞ്ഞ് വേഗം വന്നിട്ട് കയ്യിൽ ഊതി തന്നു. അപ്പൊ അതുപോലെ തന്നെ വേറൊരു കുട്ടി ഞാൻ പറയും. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ അത് പറഞ്ഞ് ഞാൻ എന്റെ മുഖത്തെ എക്സ്പ്രഷൻ ഇട്ടപ്പോഴാണ് അവര് വന്ന് എനിക്ക് അത് ചെയ്തു തന്നത്. ഇപ്പൊ മറ്റുള്ള കുട്ടികളാകുമ്പോ അവര് അങ്ങനെ പറയില്ല. അപ്പൊ അവര് വീഴുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയും മോളെ അവനൊന്ന് ഹെൽപ്പ് ചെയ്യണം, അവനൊന്ന് ഏൽപ്പിക്കണം എന്ന് പറയുമ്പോൾ അവര് പോയി ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു 3-4 പേർക്ക് വളരെ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഞാൻ കണ്ടു. അപ്പോ എല്ലാ കുട്ടികളിലും വന്നിട്ടില്ല, നല്ല ഡെവലപ്പ് ചെയ്ത് വന്നോളും. അങ്ങനെ പിന്നെ അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബീഡിയൻസ് എന്നത് കുട്ടികൾ അധ്യാപകരെ നിയമങ്ങളെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ്. ഇത് കുട്ടികളിൽ ഉത്തരവാദിത്വവും ബഹുമാനവും വളർത്തുന്നു. ഒബീഡിയൻസ് അനുസരണം എന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും അവര് അത് അനുസരിക്കണം. അപ്പൊ അത് അനുസരിക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്തം അവർക്ക് അത് അനുസരിക്കുമ്പോൾ അവർക്ക് അത് ഉത്തരവാദിത്തം അവർക്ക് റെസ്പോൺസിബിലിറ്റി ആണ് അവർക്ക് അത് തോന്നും. അതുപോലെ തന്നെ അവർക്ക് ടീച്ചേഴ്സിനോട് ബഹുമാനവും തോന്നും. അതിൽ അധ്യാപകൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ അവര് ടോയ്ലറ്റിൽ പോവാണെന്നുണ്ടെങ്കിലും വളരെ ക്യൂ പാലിച്ച്, അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിന് കറക്റ്റ് ലൈനിൽ ആ ഒരു ഏരിയയിൽ അവർക്കൊരു ഏരിയ വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കാൻ. ആ ഏരിയയിൽ ലൈനിൽ നിന്നിട്ടാണ് അവര് വെള്ളം കുടിക്കുക. അപ്പോൾ ടീച്ചർ അത് മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരത് എനിക്കറിയില്ലെങ്കിലും അവർ എന്നോട് പറഞ്ഞു തരും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അവിടെ ചെയ്യേണ്ടത്. അതുപോലെ ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, മേ ഐ ഗോ ടു ടോയ്ലറ്റ് ചോദിക്കും. അപ്പോൾ അതിനുശേഷമാണ് അവര് പോണത്. അപ്പൊ ആ നിയമങ്ങളൊക്കെ അവരത് തനിയെ ചെയ്യുന്നുണ്ട്. നമ്മളെ നിർബന്ധിച്ച് എന്നോട് പറയുന്ന ചെയ്യിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഒബീഡിയൻസ്. അതുപോലെ ക്യാരക്ടർ ഫോർമേഷൻ കുട്ടികളിൽ നല്ല ഗുണങ്ങളും മൂല്യങ്ങളും വരുന്നതാണ്. ഇത് കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റുന്നു. അതിൽ സത്യസന്ധത, സഹകരണം, റെസ്പെക്ട് തുടങ്ങിയ എല്ലാ ഗുണങ്ങളും വരുന്നു. സൊസൈറ്റി ഓഫ് കൊഹീഷൻ കുട്ടികളുടെ സാമൂഹിക മാനസികമായ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ്. കോപ്പറേഷൻ, ഡിസിപ്ലിൻ, സോഷ്യൽ സെന്റിമെന്റ്, ഒബീഡിയൻസ്, ക്യാരക്ടർ എന്നിവ കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് കുട്ടികളെ ഭാവിയിൽ നല്ല പൗരന്മാരാക്കാൻ സഹായിക്കുന്നു. Thank you, ma'am. Thank you for giving me this chance to present my seminar. I also thank you my
friends for listening carefully. Thank you. നന്നായിരുന്നു കേട്ടോ. Thank you, ma'am. ഓക്കെ, ഇനി നമുക്ക് ഇതില് സെമിനാർ എടുക്കാനായിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് മൂവ്മെന്റ്സ് ആണ്. അത് തന്നിട്ടില്ല എല്ലാവർക്കും? No, ma'am. അത് മൂവ്മെന്റ്സിന്റെ ചാപ്റ്റർ എടുക്കാനായിട്ട് പറഞ്ഞിട്ട് 142, ma'am, page number. മൂവ്മെന്റ്സും സെമിനാർ ആയിട്ട് എടുക്കാം. സെമിനാർ എടുക്കുന്നത് നമുക്ക് ഒരു റിമൈൻഡർ ആണ്, കാരണം നമുക്ക് എക്സാം വരാൻ പോവാണ്. ഇതൊക്കെ എടുത്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. ജസ്റ്റ് റിമൈൻഡർ ആണ് കേട്ടോ. അപ്പൊ നമ്മളൊന്ന് റിവിഷൻ പോലെ തന്നെ പോവാണ് നമ്മുടെ മൈൻഡിലൂടെ ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് സെമിനാർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മൂവ്മെന്റ്സ് ഫസ്റ്റ് 2 പാരഗ്രാഫ് ആരെടുക്കും സെമിനാർ? ഫസ്റ്റ് 2 പാരഗ്രാഫ് ഓക്കെ, സ്നേഹ അല്ലേടാ? യെസ് മാം, ഞാൻ എടുക്കാം. സ്നേഹ ഫസ്റ്റ് 2 പാരഗ്രാഫ്. Then next 2 പാരഗ്രാഫ് മീൻസ് ഫുള്ള് ഈ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ് വരുന്ന വരെ ആരെടുക്കുന്നേ? ഞാൻ എടുക്കാം മാം. സഞ്ജന. ഓക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സോ? ഞാൻ എടുക്കാം. നസ്ബീറ. Then spirit and flesh, movements and assimilation. ഞാൻ എടുക്കാം മാം. മിഷ. Movements and discovering your first 2 points. Movements and concentration. Movements. Ma'am, Next, okay. ആരാണ് പറഞ്ഞത്? തൻസീറ, അഫ്ലീഷ അല്ലെ? ഫസ്റ്റ് 2 പോയിന്റ് അഫ്ലി. നമ്മുടെ പേര് പറഞ്ഞടാ? അഫ്ലി. അഫീല മാം. അഫീല. ഓക്കെ, ഫസ്റ്റ് 2 പോയിന്റ് അഫീല എടുക്കാം. നെക്സ്റ്റ് 3 പോയിന്റ്സ് തൻസീർ എടുക്കാം. ഓക്കെ. yes, ma'am. മൂവ്മെന്റ്സോട് കൂടി നമുക്ക് പാർട്ട് 3 നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ. Then റിവിഷൻ നമുക്ക് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ. 2 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? നോർമലൈസേഷൻ, ഡീവിയേഷനും സൊസൈറ്റി ഓഫ് കോഹീഷനും അത്യാവശ്യം നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അല്ലേ? ഇംഗ്ലീഷ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. മനസ്സിലായോ? ഇല്ലേ? മനസ്സിലായി മാം. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിലൊക്കെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ. ഓപ്ഷൻസ് പറയും, നിങ്ങൾ ഓപ്ഷൻസ് സെൻഡ് ചെയ്ത് തന്നാൽ മതി എനിക്ക്. ഓക്കെ. വാട്ട് ഡസ് ലവ് ഓഫ് സൈലൻസ് മീൻസ്? വാട്ട് ഡസ് ദ ലവ് ഓഫ് സൈലൻസ് മീൻസ്? Option A, children enjoy being alone. Children enjoy being alone. Option B, children dislike talking. Children dislike talking. Option C, children concentrate better in peaceful surroundings. Children concentrate better in peaceful surroundings. Option D, children are naturally quiet. Children are naturally quiet. Option C. എല്ലാവരും ഓപ്ഷൻ സി ആണോ? ആണ്. റീഡ് ചെയ്യുന്നതിന് സ്പീഡ് കൂടുതലൊന്നും ഇല്ലാലോ? കുഴപ്പമില്ലാലോ?
Next question ആണ്, what is meant by submission of the possessive instinct? What is meant by submission of the possessive instinct? Option A, children always wants to own things. Option A, children always wants to own things. Option B, children learn to share with others. Children learns to share with others. Children's move from, option C, children's move from owning things to using them meaningfully. Children move from owning things to using them meaningfully. Option D, children must give up all their belongings. Children must give up all their belongings. Question മനസ്സിലായോ? Submission of possessive instinct എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോ children moves from owning things to use them meaningfully. അതാണ് ട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ തിങ്സ് കാര്യങ്ങളൊക്കെ മീനിങ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യും. What leads to children to act based on real choice rather than curiosity? What leads children to act based on real choice rather than curiosity? Option A, pressure from the teacher. Option B, love of silence. Option C, strict punishment. Option D, Montessori method and prepared environment. ഏതാണ് കുട്ടികൾക്ക് റിയൽ ചോയ്സ് എടുക്കാനായിട്ട്, ക്യൂരിയോസിറ്റിയേക്കാൾ റിയൽ ചോയ്സ് എടുക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത് ഏതാണ്? മോണ്ടിസോറി മെത്തേഡ് ആൻഡ് പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. What are normalized children described as? What are normalized children described as? Lazy and disinterested, remarkably obedient and focused, talkative and curious, always is needed of supervision. ഏതാണ്? മാം ഒന്നുകൂടി ഓപ്ഷൻസ് പറയോ? What are normalized children described as എന്നാണ് ക്വസ്റ്റ്യൻ. Option A, lazy and disinterested. Option B, remarkably obedient and focused. Option C, talkative and curious. Option D, always near. Option B. ഞാൻ കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നിങ്ങൾക്ക് എന്ന് മുതലാണ് വൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത്? മൺഡേ ആണ് മാം. ഓക്കെ. ഇപ്പോ വൈവേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് ആ മിസ്സിനെ നമ്മള് വൈവേക്ക് ആ ഒരു ടൈം സ്ലോട്ടിൽ ഏത് മിസ്സാണോ നിങ്ങൾക്ക് വരുന്നത് ആ ഒരു മിസ്സിനെ ആയിരിക്കും നമുക്ക് വൈവ് അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഡിപ്ലോമക്കാർക്കാണെങ്കിൽ ഇപ്പൊ ഞാനും അശ്വതി മിസ്സും ജിഷാ മിസ് ആയിരിക്കും. പി ജിക്കാർക്കാണെങ്കിൽ ഇപ്പോ ആതിര മിസ്സും മിൽറോസ് മിസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അപ്പോ നമ്മള് ക്ലാസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നല്ല കോൺഫിഡന്റ് ആയിട്ട് വൈവേക്ക് അറ്റൻഡ് ചെയ്യണം. എല്ലാവരും വർക്ക് കംപ്ലീറ്റ് അല്ലേ? എനിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ട്. എന്റെ കുട്ടികളുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആണ്. സാധാരണ ഇപ്പൊ ഓരോ ബാച്ചുകളിലെയും ടീച്ചർമാരുണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് വർക്കൊക്കെ തന്നിരിക്കുന്നത് ഞാനാണ് അല്ലേ? ഫുൾ വർക്ക് തന്നിരിക്കുന്നത് ഞാനാണ്. അപ്പൊ എന്റെ ഒരു കോൺഫിഡൻസ് ആണ്. കുട്ടി ഇങ്ങനെ പറയും, നമ്മുടെ ക്ലാസ് വൈബ് കഴിഞ്ഞ് വരുമ്പോ ടീച്ചേഴ്സ് നമ്മളോട് പറയും, ഈ കുട്ടികൾ നന്നായിട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ എന്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ തന്നെ പറയിപ്പിക്കണം കേട്ടോ. കാരണം 12ലെ കുട്ടികൾ വർക്ക് കുറവാണ് ചെയ്തത് എന്ന് കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം അവരുടെ ക്ലാസ്സിൽ ടീച്ചർ ഞാനല്ല, വേറെ ടീച്ചർ. അപ്പോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി എന്നാണ് എന്റെ വിശ്വാസം. എല്ലാ വർക്കും മാക്സിമം സാറ്റർഡേ ഉണ്ട്, സൺഡേ ഉണ്ട്, കംപ്ലീറ്റ് ആക്കാം. ഇനി ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മളുടെ റെക്കോർഡ്സുകൾ ഉണ്ടല്ലോ, റെക്കോർഡ് എല്ലാ മിസ്സുമാരും ചിലപ്പോ റെക്കോർഡ് ജസ്റ്റ് ഒന്ന് നോക്കുള്ളൂ. അല്ലെങ്കിൽ ചില മിസ്സുമാർ പറയും റെക്കോർഡ് നമ്മളുടെ കേസിൽ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാൻ പറയും. നമ്മളുടെ ഞാനിപ്പോ എന്റെ ഫോൺ സിസ്റ്റം ക്യാമറ ആണല്ലോ, ഞാൻ നോക്കി നിങ്ങൾ ഇങ്ങനെ പേജസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് റെക്കോർഡിന്റെ പേജസ് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാൻ പറയും. എല്ലാ റെക്കോർഡിന്റെ പേജസ് ഇങ്ങനെ ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരും.
ഓക്കെ, അങ്ങനെ ചിലപ്പോൾ എല്ലാ റെക്കോർഡ്സും കാണിക്കണം. റെക്കോർഡ്സ് മാത്രമല്ല അസൈൻമെന്റ് ഉണ്ട്. ലാസ്റ്റ് ജിഷാമിസ് തന്ന 10 അസൈൻമെന്റ് കംപ്ലീറ്റ് ആണോ? യെസ് മാം. ആ 10 അസൈൻമെന്റും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കണം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അസൈൻമെന്റ് അല്ലെങ്കിൽ ആ ടീച്ചർ ഏതൊരു അസൈൻമെന്റ് ചോദിക്കും. ഇപ്പോ ജസ്റ്റ് അതില് ഫേവറേറ്റ് ടീച്ചറിനെ കുറിച്ച് എഴുതാനില്ലേ ഉണ്ട്. അപ്പൊ ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കണം. നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്, നിങ്ങൾ അസൈൻമെന്റിൽ ആരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ഫേവറേറ്റ് ടീച്ചർ ആരാണെന്ന് നമ്മൾ പറയണം. ഓക്കെ, അത് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ അസൈൻമെന്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 10 അസൈൻമെന്റ് നമ്മൾ പ്രസന്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് സർവേ ആണ്. എല്ലാവരും സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടല്ലോ. മിനിമം നമ്മൾ എത്ര സർവേ കളക്ട് ചെയ്തിരിക്കുന്നേ? എത്ര സാമ്പിൾസ്? 5 സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കളക്ട് ചെയ്തവര് പറയണം ഞാൻ 9 സാമ്പിൾസ് ആണ് കളക്ട് ചെയ്തത്. എനിക്ക് ഇങ്ങനെ കാര്യങ്ങളാണ് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്തപ്പോൾ മനസ്സിലായത്. നമ്മുടെ ഫൈൻഡിങ്സ് ഉണ്ടല്ലോ, നമ്മൾ സർവേ കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈൻഡിങ്സ് ചെയ്തിട്ടില്ലേ, കൺക്ലൂഷൻ, ആ ഒരു ഫൈൻഡിങ്സ് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, അതിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ നമ്മള് സർവേക്കും അസൈൻമെന്റിനും 50-50 മാർക്കാണ്. ഓക്കെ, സർവേക്കും അസൈൻമെന്റിനും 50-50 മാർക്കാണ്. 50 മാർക്ക് സർവേക്ക്, 50 മാർക്ക് അസൈൻമെന്റിന്. ഈ 50 മാർക്ക് അസൈൻമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 5 മാർക്ക് വീതമാണ് ഓരോ അസൈൻമെന്റിന്. 10 അസൈൻമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 മാർക്ക് കിട്ടും. പിന്നെയും 50 ഇടില്ല. 50 കറക്റ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു അസൈൻമെന്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. സർവേയുടെ കാര്യം ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ. ബാക്കി എല്ലാ അസൈൻമെന്റ്സും നമുക്ക് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വൈകുന്നേരം സമയത്ത് വാല്യൂ ചെയ്യുന്ന ജിഷാമിസ് തന്നിരിക്കുന്ന സ്കൂൾ മാനേജ്മെന്റ് ആ ബുക്സ് ഒക്കെ റീഡ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടില്ലേ 10 അസൈൻമെന്റ്സ് ഓർമ്മയുണ്ടോ? ടൈം ടേബിള്, സ്കൂൾ ടൈം ടേബിൾ, പ്രിൻസിപ്പൽസ്, ടീച്ചേഴ്സ് ടൈം ടേബിൾ ഒക്കെ വരുന്ന ആ ഒരു 10 അസൈൻമെന്റിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യാം. അസൈൻമെന്റിനെ കുറിച്ച് തീരായി. ഇനി സർവേയിലേക്ക് വരുമ്പോൾ നമ്മൾ സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മാർക്ക്. ഓക്കെ, സർവേ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 20 മാർക്ക്. സർവേയില് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഫൈൻഡിങ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മാർക്ക്. അങ്ങനെയാണ് ആ ഒരു 50 മാർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അസൈൻമെന്റിനും സർവേക്കും 100 മാർക്കാണ് വരുന്നത്. ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നവർക്ക് ഒരു 95-98 ആ ഒരു റേഞ്ചിൽ കിട്ടും മാർക്ക്. 98, 100ലേക്ക് നമ്മൾ അങ്ങനെ എത്താറില്ല. 95, 98, 96 ഒക്കെ നല്ല മാർക്ക് ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ടീച്ചേഴ്സ് ചോദിക്കുന്നത് പറയണം. അപ്പൊ അതിനെ കുറിച്ച് ക്ലിയർ ആയി. അസൈൻമെന്റ് ആൻഡ് സർവേ ക്ലിയർ ആയി. ഇനി ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടല്ലേ, നമ്മൾ കുറെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സാൻഡ് പേപ്പർ, ആൽഫബറ്റ്സ് മുതൽ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഏതാണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്. അപ്പൊ അതുവരെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം നല്ല രീതിയിൽ. ഇപ്പൊ നിങ്ങൾ റൂമിലായിരിക്കും അല്ലെങ്കിൽ ബെഡില് നമുക്ക് ഈ സാൻഡ് പേപ്പർ, ആൽഫബറ്റ്സും കാര്യങ്ങളും നമുക്ക് വൈബ് ചെയ്യുന്നത്. രാവിലെ 10 മണിക്ക് 10:30 എനിക്ക് വൈബ് ചെയ്യണമെങ്കിൽ ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ 10 മണി 10:15 ആകുമ്പോഴേക്കും എന്റെ എല്ലാ മെറ്റീരിയൽസും എന്ത് ചെയ്യും, ഞാൻ ബെഡിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യും. ചാർട്ടുകൾ ഓരോന്ന് അറേഞ്ച് ചെയ്യും. നമ്മള് ബട്ടണിങ് ഫ്രെയിം, പിൻ ടവർ, അങ്ങനെ എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ ബെഡിലോ അല്ലെങ്കിൽ ആ റൂമിലോ ഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. എന്നിട്ട് ബാക്ക് ക്യാമറ ഓൺ ചെയ്യാൻ എല്ലാവരും പഠിക്കണം. നമ്മള് വൈബേക്ക് കയറുന്ന സമയത്ത് ബാക്ക് ക്യാമറ ഓൺ ചെയ്ത് അതെന്ത് ചെയ്യണം, എല്ലാവരും നമ്മുടെ ഫോണിൽ കാണിച്ചു കൊടുക്കണം ടീച്ചർക്ക്. മനസ്സിലായോ? ടീച്ചർക്ക് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നമ്മൾ വൈബ് എടുക്കുന്ന ടീച്ചറിനെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യണം. ഞാൻ തന്നെ ആയിരിക്കില്ല വൈബേക്ക് വരുന്നത്. അപ്പൊ ആ ടീച്ചർ ഏതാണോ, ഏത് ടീച്ചറാണോ ആ ടീച്ചറിനെ നമുക്ക് ഇംപ്രസ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ വൈബേക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഗുഡ് മോർണിംഗ് മിസ്, എന്റെ പേര് ഇന്നതാണ്, ഗുഡ് മോർണിംഗ് മിസ്, മൈ നെയിം ഈസ് അപർണ ദേവദാസ് എന്ന് പറയുന്ന പോലെ നിങ്ങളും നല്ല രീതിയിൽ വിഷ് ചെയ്യുക. നമ്മുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. SSLC നെയിം ആയിരിക്കണം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എന്താണ് SSLC നെയിം? കാരണം നെയിം ക്ലാഷ് വരാറുണ്ട് ചിലപ്പോ. അപ്പൊ ശ്രുതി സുരേഷ് എന്നാണ് മോന്റെ പേര്, ഫുൾ നെയിം അതല്ലല്ലോ, SSLC നെയിം അതല്ലല്ലോ.
നോ മാം, ശ്രുതി 6 എന്നാണ് കിടക്കുന്നത്. അപ്പൊ ശ്രുതി 6 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ടീച്ചിങ് എയ്ഡും ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എന്നാണ് നമ്മുടെ മെറ്റീരിയൽസിന് നമ്മൾ പറയുന്ന പേര്. നമ്മൾ ചെയ്ത മെറ്റീരിയൽസിന് നമുക്ക് ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഹെഡിലാണ് മാർക്ക് വരുന്നത്. 100 മാർക്കാണ്. നമ്മൾ 20-25 റേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ചെയ്തിട്ടുണ്ട് അല്ലെ? എല്ലാവരും ചെയ്തിട്ടില്ലേ? ഇനി ഇപ്പൊ ചില കുട്ടികൾക്ക് ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ മെറ്റീരിയൽസ് നമ്മൾ എത്രയാണോ ചെയ്തിരിക്കുന്നത് അത്രയും കാണിച്ചു കൊടുക്കുക. മിസ് ഞാൻ ഇങ്ങനെ മെറ്റീരിയൽസ് ചെയ്തിട്ടില്ല എന്ന് പറയാം. അപ്പൊ മിസ് ആ ഒരു റേഞ്ചിൽ മാർക്കുണ്ട്. ഒരുപാട് കുറയ്ക്കൊന്നുമില്ല. നിങ്ങൾ ഒരിക്കലും ഫെയിൽ ആക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ ഒരു പൊടിക്ക് അതെല്ലാം ചെയ്തവർക്ക് കിട്ടുന്ന മാർക്ക് ആയിരിക്കില്ല കുറച്ച് കംപ്ലീറ്റ് ആവാത്തവർക്ക്, കുറച്ച് മാത്രം ചെയ്തവർക്ക് കിട്ടുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വേണം. ടീച്ചിങ് എയ്ഡിനെ കുറിച്ചും ക്രാഫ്റ്റ് മെറ്റീരിയൽസിനെ കുറിച്ചും മനസ്സിലായി അല്ലെ? ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടോ എന്ന് മിസ് ചോദിക്കുകയാണെങ്കിൽ, പോയിട്ടുള്ളവര് ഞാൻ പോയിട്ടുണ്ട്, എത്ര മാസമാണ് പോയത് ഇപ്പൊ ഈ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഒരു ദിവസം പോയവരുണ്ടാവും, ഇത്ര ദിവസം പോയവരുണ്ടാവും. അതൊക്കെ പറയാം. ഞാൻ ഇത്ര ദിവസം ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ട്. മിനിമം ഒരു 50 ഡേയ്സ് മതി. 10-50 ഡേയ്സ് ആ റേഞ്ച് നമുക്ക് മനസ്സിലാവും ടീച്ചിങ് പ്രാക്ടീസ്. അപ്പൊ അത് നോട്ട് ചെയ്യാം. ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തൊരു ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് മാർക്ക് കിട്ടാനായിട്ട് 2 രീതികളുണ്ട്. ഒന്ന്, നമുക്ക് നല്ല രീതിയിൽ ഒരു ആക്ഷൻ സോങ് കുട്ടികളെ പഠിപ്പിക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ആക്ഷൻ സോങ് നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നത് കുഞ്ഞു കുട്ടികളാണ്. ഇപ്പൊ പ്രൈവേറ്റ് വന്നിരിക്കുന്ന ടീച്ചറല്ല നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആരാണ്? കുറച്ച് കുഞ്ഞു കുട്ടികളാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും ടീച്ചർ? നമുക്ക് ജസ്റ്റ് ഒരു ആക്ഷൻ സോങ് പറയാണ്. നമുക്ക് ഇന്ന് സോറി നമ്മൾ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, now we can learn an action song about healthy habits. Okay, are you ready? എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ആക്ഷൻ സോങ് പറയാനായിട്ട്. എന്നിട്ട് നമ്മൾ ആക്ഷൻസോട് കൂടി സോങ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആക്ഷൻ സോങ് ഏതാണ്? early to bed പറയാം. early to bed, early to rise, wish good morning, wish good night, follow good. അങ്ങനെ നല്ല രീതിയിൽ ആക്ഷൻസ് നിങ്ങൾ പറയാൻ പറ്റണം. ഓക്കെ, നല്ല രീതിയിൽ ആക്ഷൻസ് പറയാനായിട്ട് വൈവേയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയാണ്. നിങ്ങളുടെ കയ്യിലാണ് ആക്ഷൻസ് കറക്റ്റ് ആയിട്ട് പറയാം. ടീച്ചർ പ്രാക്ടീസിന് പോവാത്തവരാണ്. അതിനെ പോയിട്ടില്ലാലോ? പോയോ? ഓക്കെ, ടീച്ചർ പ്രാക്ടീസിന് പോവാത്തവര് നല്ല രീതിയിലുള്ള ആക്ഷൻ സോങ്, ആക്ഷൻ സ്റ്റോറി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തേത് ആക്ഷൻ സോങ് നമുക്ക് പ്രസന്റ് ചെയ്യാം, ആക്ഷൻ സ്റ്റോറി പ്രസന്റ് ചെയ്യാം. സ്റ്റോറി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പൊ റാബിറ്റിന്റെയും ടോട്ടോയ്സിന്റെയും സ്റ്റോറി മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം. ആയിട്ടുള്ളൊരു ഫ്ലാഷ് കാർഡ് പോലെ റാബിറ്റ്, ഇവിടെ ടോട്ടോയ്സും റാബിറ്റും തമ്മിലുള്ള ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അത് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോറി പറയാം, ഞാൻ പറഞ്ഞതോളൂ. ഇനി നമുക്ക് ക്ലാസ്സിൽ എടുത്തു കൊടുക്കാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാം. 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ മാർക്ക് വാങ്ങിക്കാം ടീച്ചിങ് പ്രാക്ടീസിനെ. അപ്പം നമ്മൾ ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിക്കും. ഞാൻ സെൻസ് ഓർഗൻസിന്റെ ആണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ കുട്ടികളോട് പറയും നമുക്ക് സെൻസ് ഓർഗൻസിനെ കുറിച്ച് ലേൺ ചെയ്യാം. നമുക്ക് ആകെ 5 സെൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ സെൻസ്, ഓരോ സെൻസിന്റെയും യൂസേജ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കും. അപ്പൊ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചിങ് പ്രാക്ടീസിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, മിസ്സുമാര് പറയുന്ന പോലെ ഇരിക്കും, അത് നമുക്ക് ഇഷ്ടം പോലെ അങ്ങനെയാണല്ലോ. മിസ്സുമാര് പറയണല്ലേ നമ്മൾ ചെയ്യണ്ടേ? മിസ്സുമാര് പറയണായിരിക്കും ചെയ്യേണ്ടത്. ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ അല്ലെങ്കിൽ ക്ലാസ്സോ നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പൊ മിസ്സിനോട് ഇങ്ങനെ പറയാം, ആ മിസ്സേ ഞാൻ ഇതുവരെ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടില്ല, ഇന്നൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, കുട്ടി ചെറുതാണ് അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. ഞാൻ ആക്ഷൻ സോങ്ങോ അല്ലെങ്കിൽ ആക്ഷൻ സ്റ്റോറിയോ അല്ലെങ്കിൽ ക്ലാസ് വേണമെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം എന്ന് നിങ്ങൾ പറയണം. അപ്പൊ തന്നെ മിസ് പറയും ക്ലാസ് എടുത്തോ എന്ന് പറയുകയാണെങ്കിൽ ക്ലാസ്, അല്ലെങ്കിൽ ആക്ഷൻ സോങ് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ആക്ഷൻ സോങ്. അപ്പൊ ഓരോ ടീച്ചേഴ്സും എന്ത് പറയും നമുക്ക് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ എടുക്കും കൂടുതൽ പറയാം, ക്ലാസ് എടുക്കാൻ പറയും. അവർക്ക് 3 ഓപ്ഷൻസ് ഞാൻ കൊടുക്കും. കുട്ടിക്ക് ഏതാണോ കംഫർട്ടബിൾ അത് അവരെ പ്രസന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവേ വോയിസിന് മാർക്ക് വന്നു. ഇനി അടുത്തതാണ് റെക്കോർഡ് അല്ലെ? നമ്മൾ 5 റെക്കോർഡ് ടീച്ചേഴ്സിന് കാണിക്കണം. ഈ 5 റെക്കോർഡിന്റെ
ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണിച്ചോ. കാരണം ടീച്ചേഴ്സിന്റെ കയ്യിൽ ഓരോ റെക്കോർഡിന്റെയും ലിസ്റ്റ് ഉണ്ട്, ഏതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആക്ഷൻ സോങ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ആൽഫബറ്റ് സോങ് മുതൽ പ്രയർ സോങ് വരെ, അതേപോലെ ആക്ഷൻ സ്റ്റോറിയുടെ ആണെങ്കിൽ നമുക്ക് ആ ലാസ്റ്റ് മൈമ് വരെയുള്ള റെക്കോർഡ്, എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ടീച്ചേഴ്സിന് കാണിച്ചു കൊടുക്കാം. ഇനി എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ല, അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ മൈമ് ചെയ്യാൻ വിട്ടുപോയി, മിസ്സിനോട് പറയാം, മിസ് എന്റെ സെക്കൻഡ് റെക്കോർഡിൽ മൈം എന്ന് പറയുന്ന ഒരു സ്റ്റോറി അത് കംപ്ലീറ്റ് അല്ല കേട്ടോ എന്ന് മിസ്സിനോട് തുറന്നു പറയാം. ഓക്കെ, മനസ്സിലായോ? ഇന്നത് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഇന്നത് കംപ്ലീറ്റ് അല്ല എന്ന് നമ്മൾ മിസ്സിനോട് തുറന്നു പറയാം. മിസ് അങ്ങനെ ഒരെണ്ണം മാത്രം കംപ്ലീറ്റ് അല്ലെങ്കിലും മാർക്കൊന്നും അധികം കുറയ്ക്കില്ല. പക്ഷെ നമ്മള് ഹൈഡ് ചെയ്യുന്നേക്കാൾ നല്ലത് തുറന്നു പറയണേ. ഓക്കെ അല്ലേ? അപ്പൊ റെക്കോർഡിന്റെ കാര്യമാണ്, എല്ലാ റെക്കോർഡ്സും കാണിച്ചു കൊടുക്കുക. അപ്പൊ റെക്കോർഡിന് മാർക്ക് വരും. ഇനി ഇതൊരു കാര്യം ഞാൻ പറയാം. മോണ്ടിസോറി അപ്പാരന്റിക്സ് ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു സംഭവം അല്ലേ? ഓക്കെ, മോണ്ടിസോറി അപ്പാരന്റിക്സില് പേരൊന്നും പറയരുത് കേട്ടോ, ഞാൻ ഈ ഒരു സംഭവം എടുക്കട്ടെ. ഓക്കെ, ഞാൻ കുട്ടീനോട് ചോദിക്കും ഈ ഒരു മെറ്റീരിയൽ ഏതാണ്, ഈ മെറ്റീരിയലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഈ മെറ്റീരിയലിനെ കുറിച്ചിട്ടും അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ചും ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ റെക്കോർഡ് 5 എഴുതിയത് ഓർമ്മയുണ്ടോ? പിങ്ക് ടവറിനെ കുറിച്ചൊക്കെ എഴുതിയത് അത് പറയണം. അപ്പൊ പിങ്ക് ടവർ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ എന്തായാലും വൈകിട്ട് പിങ്ക് ടവർ ഷോ ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടാണ് പിങ്ക് ടവർ എന്നെ എടുത്ത് കാണിച്ചത്. അപ്പൊ പിങ്ക് ടവറിനെ കുറിച്ചിട്ടാണ് ചോദിക്കണമെങ്കിൽ പിങ്ക് ടവറിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും പറയണം. പിങ്ക് കളറാണ്, ക്യൂബ് ഷേപ്പ് ആണ്, 10 ക്യൂബ്സ് ആണ് ഉള്ളത്. പറഞ്ഞോടാ, എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്പൊ ഒരു മെറ്റീരിയൽ കാണിക്കാമല്ലോ. ഞാനാണെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും, ആർക്കിടെക്ചർ സ്കിൽസ് പഠിപ്പിക്കാൻ പറ്റും, പിന്നെ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ പഠിപ്പിക്കാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ പറയണം. ഓക്കെ, ഇനി മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മെറ്റീരിയൽ നിങ്ങളോട് കാണിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫേവറേറ്റ് മെറ്റീരിയൽ ഏതാണ്, അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഫേവറേറ്റ് മെറ്റീരിയൽ ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ. മാത്തമാറ്റിക്സ് മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ബോർഡാണോ? അപ്പൊ നിങ്ങളുടേതായ ഫേവറേറ്റ് മെറ്റീരിയൽ ഉണ്ടാവും. അതപ്പോ നിങ്ങൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം, അതെങ്ങനെയാ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചാണെങ്കിൽ സെൻസോറിയൽ മെറ്റീരിയൽസിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്റെ പിങ്ക് ടവറാണ്. അത് ഞാൻ പിങ്ക് ടവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അപ്പം എനിക്ക് ഇതിന് ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞാൽ മതി. നമ്മൾ ഫേവറേറ്റ് മെറ്റീരിയൽ പറയുമ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ആ ഒരു മെറ്റീരിയൽ പറയണം. ഓക്കെ, ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ആണെങ്കിൽ ആദ്യം ചോദിക്കുന്ന കളർ കോഡ് ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ബോർഡിന്റെ കളർ കോഡ് ഏതാണ്? അത് ചോദിക്കും, അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അതൊക്കെ നിൽക്കട്ടെ. അപ്പോ മോണ്ടിസോറി മെറ്റീരിയൽസ് അപ്പാരറ്റിക്സിന്റെ മാർക്ക് വീണു, മോണ്ടിസോറി അപ്പാരറ്റിക്സിന്റെ മാർക്ക് വീണു. നമ്മൾ എത്ര പോയിന്റ് നോക്കി, എത്ര ഐറ്റംസിന്റെ കാര്യം പറഞ്ഞു? മാം, ഏതെല്ലാം അപ്പാരറ്റസ് ആണ് കാണിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരുമോ? എന്ത് ഇങ്ങനെ ഇമേജ് കാണിച്ചു തരുന്നതോ? നോബിൾ സിലിണ്ടർ, നോബിളസ് സിലിണ്ടേഴ്സ്, അങ്ങനെ ഏതെല്ലാം ആ റെക്കോർഡിലുള്ള ഫുള്ള് ഏതൊക്കെ കാണിക്കാന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാനാണ്. അങ്ങനെ പറയാൻ പറ്റിയാലോ? ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കാണിച്ചിട്ട് അതേതാണെന്ന് ചോദിക്കും ജസ്റ്റ്. അതിന്റെ മാർക്ക് നമ്മൾ കുറയ്ക്കുന്നില്ല, നിങ്ങളത് ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങള് 5th റെക്കോർഡ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് റീഡ് ചെയ്താൽ മതി. റെക്കോർഡിലുള്ളതല്ലേ ചോദിക്കുള്ളൂ? റെക്കോർഡിലുള്ളത് മാത്രമേ ചോദിക്കുള്ളൂ, റെക്കോർഡിന് പുറത്തൊന്നും ചോദിക്കില്ല. ഓക്കെ, ഇത്രയും 5 കാര്യങ്ങളാണ് ഡിപ്ലോമ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. ഡിപ്ലോമക്കാർക്ക് ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ആണ് PG സ്റ്റുഡൻസിന്റെ കാര്യം. ആദ്യം ഡിപ്ലോമക്കാർക്കായിരിക്കും വൈവ വരുന്നത്, അതിനുശേഷമായിരിക്കും PGക്കാർക്ക്. PGക്കാർക്ക് സെമിനാറിന്റെ മാർക്കും കൂടി വരും.
നമുക്ക് നിങ്ങൾക്ക് അറിയാലോ സെമിനാറിന്റെ മാർക്ക് ക്ലാസ്സിൽ സെമിനാർ എടുക്കുന്നുണ്ട്. നിങ്ങൾ സെമിനാർ എടുക്കുകയാണെങ്കിൽ ആ ടീച്ചർ ഏതാണ്? ഇപ്പൊ ഞാനാണ് വൈബ് എടുക്കുന്നത്. പക്ഷെ സെമിനാർ എടുത്തിരിക്കുന്നത് അശ്വതി മിസ്സിന്റെ ക്ലാസ്സിലാണെങ്കിൽ ഞാൻ അശ്വതി മിസ്സിന്റെ ക്ലാസ്സിൽ ഇന്ന ടോപ്പിക് സെമിനാർ എടുത്തിട്ടുണ്ട്, ഞാൻ ആ ടോപ്പിക് ഒന്ന് സമ്മപ്പ് ചെയ്യാം എന്നോട് പറയണം. സമ്മപ്പ് ചെയ്ത് പറയണം. ഓക്കെ, സെമിനാർ റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ടോപ്പിക്കിനെ കുറിച്ചിട്ട് സെമിനാർ റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്യണം. ആ സമ്മപ്പും ചെയ്ത് ആ മിസ്സിനോട് പറയണം. ഇപ്പൊ ജസ്റ്റ് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അങ്ങനെ എന്തെങ്കിലും സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ആ ക്ലാസ് വൈബയുടെ സമയത്ത് പറഞ്ഞിട്ട് വേണം സമ്മപ്പ് ചെയ്യണം. ഇനി നമ്മൾ ആരും സെമിനാർ അറ്റൻഡ് ചെയ്തിട്ടില്ല, PG കുട്ടികളിൽ നിങ്ങൾ സെമിനാർ എടുത്തിട്ടില്ലെങ്കിൽ വൈബയുടെ സമയത്ത് നിങ്ങളുടെ ടോപ്പിക് സെലക്ട് ചെയ്ത് സെമിനാർ പ്രസന്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ സെമിനാർ പ്രസന്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് വൈബയിൽ ശ്രദ്ധിക്കേണ്ടത്. ടെൻഷൻ ഒന്നും എടുക്കരുത്, നല്ല കോൺഫിഡന്റ് ആയിട്ട് എല്ലാം പ്രസന്റ് ചെയ്യണം. സെമിനാർ ഒക്കെ എടുക്കുന്ന സമയത്തും മാക്സിമം നോക്കി വായിക്കാതിരിക്കാൻ ശ്രമിക്കണം. ടീച്ചർക്ക് ഇപ്പൊ ഞാൻ ക്യാമറ ഓൺ ചെയ്യണുണ്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ക്യാമറ ഓൺ ചെയ്ത് വേണം വൈബ് അറ്റൻഡ് ചെയ്യാൻ. എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ നോക്കി വായിക്കുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങളെ പരിചയം ഉണ്ടാവില്ല. അപ്പൊ നോക്കി വായിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കൂ. അപ്പൊ നമ്മള് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. പോയിന്റ്സ് നമ്മളിപ്പോ സെമിനാർ എടുക്കുന്ന സമയത്ത് പോയിന്റ്സ് നോട്ട് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫുൾ എൻറ്റയർലി ചില കുട്ടികൾ ആ പാരഗ്രാഫ് ഫുള്ളായിട്ട് നോക്കി വായിക്കും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫുള്ളായിട്ട് നോക്കി വായിക്കരുത്. നമ്മൾ എങ്ങനെയാണോ പ്രിപ്പയർഡ് ആണെന്ന് തോന്നണം. ഓക്കെ, ആ സെമിനാർ പ്രസന്റ് ചെയ്ത സമയത്ത് നമ്മൾ പ്രിപ്പയർഡ് ആണ്, ഓൾറെഡി ഞാൻ പ്രിപ്പയർഡ് ആണെന്ന് ആ ഒരു ഫീല് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. മിസ് ആൽഫബറ്റ് ഓർഡറിലാണോ ആണ് വരുന്നത്. പിന്നെ ഫീസിന്റെ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ വൈബ് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിരിക്കും. അല്ല മിസ്, ഞാൻ PG, അപ്പൊ എനിക്ക് എന്റെ പേര് ഫസ്റ്റ് 2 ഡബിൾ A ഉള്ളതുകൊണ്ട് എനിക്ക് ആദ്യമേ വരുമോ? ഡിപ്ലോമയില് കഴിഞ്ഞിട്ട് PG-യില് വരും. മാം അപ്പൊ പിക്കാർക്ക് ആതിര മാമോ അല്ലെങ്കിൽ മിൽഡ്രോസ് മാമോ ആയിരിക്കും അല്ലേ? PG-ക്കാർക്ക് ഇല്ല, അത് PG-ക്കാരെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരും കൂടി ഉണ്ടാവുന്നുള്ളൂ. അല്ല ടീച്ചർ, ഈ MD ഈ തന്നിരിക്കുന്ന വർക്ക് മാത്രം നമ്മൾ ചെയ്താൽ മതി? അതായത് ഈ മോഡൽസ് ഒക്കെ ചെയ്യാൻ പറ്റും, പേപ്പർ ലെറ്റേഴ്സ്, പിക്ചർ വീല്, നമ്പർ വീല്, ഇതൊക്കെ തന്നിരിക്കുന്ന അത് മാത്രം? നമ്പർ വീലൊക്കെ ചെയ്തില്ലേ? അത് തന്നെ. ആ MD വർക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ ഇട്ടിരിക്കുന്ന ആ വർക്ക്സ് അല്ലേ നമ്മൾ മോഡൽ ചെയ്ത് വെക്കുന്നത്? അതൊക്കെ ചെയ്തോ എല്ലാവരും? മാം ആക്ടിവിറ്റീസ് കാണിക്കണ്ടേ ഇപ്പൊ? എടാ, ഇനിയിപ്പോ ഒരു വർക്കിംഗ് നമ്മൾ മിസ്സാണെങ്കിൽ തന്നെ ആ വർക്കുകൾ കാണിച്ച് പ്രസന്റ് ചെയ്യാം. നമുക്ക് നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. എന്റെ അടുത്ത് ആ ഒരു ടെക്നിക് കൊണ്ട് വരണം, ഞാൻ നന്നായിട്ട് നോക്കും. ബാക്കി ടീച്ചർമാരെ ഇംപ്രസ് ചെയ്യാൻ നോക്കാം. ടീച്ചർ, ഒരു ഡൗട്ട് ഉണ്ട് ടീച്ചർ. എനിക്ക് ആ ഡ്രസ്സിംഗ് ഫ്രെയിമിന്റെ നമ്മള് തുണിയിൽ ചെയ്യണോ? അത് ഫ്രെയിമിന്റെ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യണം കേട്ടോ. കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടോ ഒരെണ്ണം മതിയല്ലേ? ഒരെണ്ണം ചെയ്യണം കേട്ടോ. അത് 5 എണ്ണമാണ് പറഞ്ഞേക്കുന്നതില്. മെറ്റീരിയൽ ആയിട്ട് ബാക്കി നമ്മൾ അതിലിടാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം എന്നാ പറഞ്ഞത്. 5 ഫ്രെയിം ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഒരെണ്ണം ഫ്രെയിം ആയിട്ട് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. പിന്നെ 5 നമുക്ക് ബാക്കി 4 നമുക്ക് അതിൽ ഇട്ട് കുട്ടികൾ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞത്. പറ്റുമോ നോക്ക്. ഡ്രസ്സിംഗ് ഫ്രെയിം ഒക്കെ ഈസിയാണ്. കാരണം നമുക്ക് പഴയ ഷർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 കൈ കെട്ടിക്കളയാം, ഇത് കഴുത്ത് കെട്ടിക്കളയാം, സെറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് ഫ്രെയിം ബട്ടറിംഗ് ഫ്രെയിം ആയി. സിപ്പ് ഫ്രെയിം ആണെങ്കിൽ പഴയ ഏതെങ്കിലും ഇതേപോലത്തെ ടോപ്പ് ഉണ്ടെങ്കിൽ അത് ഷോൾഡർ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അതുമായി സിപ്പ് ഫ്രെയിം ആയി. അത് നമുക്ക് പെട്ടെന്ന് 5 എണ്ണം നിർബന്ധമില്ലാന്നുണ്ടോ? ഞാൻ 4 ഉണ്ടാക്കി, എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാക്കി എനിക്ക് കിട്ടിയില്ല. പറഞ്ഞാൽ മതി. ഞാൻ ഡ്രസ്സിംഗ് ഫ്രെയിം ചെയ്തു എന്ന് പറഞ്ഞാൽ മതി, കാണിച്ചു കൊടുത്താൽ മതി. കാരണം മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് വ്യക്തമായി അറിയാവുന്നത് എനിക്ക് ജിഷാമിസിനാണ്. അല്ല മാം, അതിന് ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ആ ക്ലിപ്പ് അത് കിട്ടത്തില്ല. അത് ഈ ബാഗിൽ ഇടുന്ന പോലത്തെ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. ഫ്രെയിം ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പൊ നമുക്ക് പിന്ന് കിട്ടൂല നിങ്ങളുടെ വീട്ടില്, സാധാരണ പിന്നുകള്. ആ പിൻ ഫ്രെയിം വരെ ചെയ്യാൻ പറ്റും. മോണ്ടിസോറിയില് പിന്നിന്റെ ഫ്രെയിം ഉണ്ട്. വെച്ചാല് ക്ലോത്ത് വെച്ചിട്ട് 2 ക്ലോത്ത് സൈഡിൽ വെച്ചിട്ട് പിൻ ഫ്രെയിം നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ വെച്ച് ചെയ്താൽ മതി. പിന്നിന്റെ ഫ്രെയിം ചെയ്യാം. 5 തയ്ക്കാൻ ഒരു പിൻ ഫ്രെയിമും കൂടി ആഡ് ചെയ്താൽ പോലെ. ഓക്കെ.
അത് ഒരു ക്യാമറ ഓക്കെ എല്ലാവരും ഓൺ ചെയ്തേ ബാക്ക് ക്യാമറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ടോപ്പിലായിട്ട് ഇപ്പൊ അസീന ഓൺ ചെയ്തു സഞ്ജന തിരിക്കയുടെ ക്യാമറ തിരിച്ചാണ് മാം എനിക്ക് മനസ്സിലാവുന്നില്ല ക്യാമറ എങ്ങനെയാ തിരിക്കുന്നതെന്ന്. ഇതില് ക്യാമറയുടെ ഐക്കൺ കാണുന്നില്ല ഞങ്ങളിലൊന്നും. ഞാനും കുറെ ദിവസമായി തരയണേ സംഭവം. ഇതിന്റെ ബാക്ക് ക്യാമറ ഇതിൽ കാണുന്നില്ല, ക്യാമറയുടെ ഐക്കണേ കാണുന്നില്ല. വീഡിയോ ഒരു മൈക്ക് കാണുന്നില്ല അതിന്റെ മുകളില്, അതിന്റെ തൊട്ടിപ്പുറം തന്നെ ഒരു ആരോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്, അതാണ്. വീഡിയോ ആദ്യം സ്പീക്കർ കാണുന്നിടത്ത് വീഡിയോ ഓൺ ചെയ്യണോ കേട്ടോ. വീഡിയോ ഓൺ ചെയ്താൽ നമ്മുടെ ക്യാമറ ഓൺ ചെയ്താൽ അത് വരുള്ളൂ. സ്നേഹയുടെ കാണാം, ബെസ്സിയുടെ കാണാം, തിരിച്ചു നോക്കിക്കോ, സിബിയുടെ കാണാം, ലവ്ലിയുടെ കാണാം. ഏറ്റവും മുകളില് ആ ഒരു സ്പീക്കറിന്റെ ക്യാമറ ബാക്ക് ക്യാമറ കാണാൻ പറ്റിയോ? കാണാൻ പറ്റി. ഓക്കെ നോക്കി ഇതിങ്ങനെ കണ്ടോ? ഈ എന്റെ ഫോൺ കാണുന്നുണ്ടോ? അതിലിവിടെ സ്പീക്കർ ഉണ്ട് തൊട്ടിപ്പുറത്ത്. നമ്മള് എന്താണ് ക്യാമറ ഓൺ ആക്കാതാണ് തെരഞ്ഞതാ സംഭവം. അതാണ് നമ്മള് വീഡിയോ ഓൺ ആക്കിയപ്പോ സംഭവം കണ്ട്. വീഡിയോ ഓൺ ചെയ്തോ, വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, കുഴപ്പമില്ല. വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ടെൻഷൻ ഒന്നും അടിക്കേണ്ട, കൂളായിട്ട് മതി. ഓക്കെ, എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെക്കാം. എനിക്ക് വൈകുന്നേരം ഇപ്പൊ 10 o'clock ആണെങ്കിൽ 10:30 ആണെങ്കിൽ ഞാൻ 10:50 ആവുമ്പോഴേക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങള്. ഓക്കെ, ഇനി വൈകുന്നേരം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ്? എനിക്ക് മനസ്സിലായില്ല. ഇനി വൈകുന്നേരം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ എന്റെ നമ്പർ തരാം. ഇതാണ് എന്റെ നമ്പർ, കാണുന്നുണ്ടോ? 7560853075. എന്നുവെച്ചാൽ ഇപ്പൊ വൈകിട്ടേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ടൈമൊക്കെ ചെയ്ത് തന്നെന്നുണ്ടെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ ടൈം ഉള്ള സമയത്ത് നിങ്ങൾക്ക് പറ്റില്ല, ചിലപ്പോൾ നൈറ്റ് വേണം എന്നൊക്കെ പറയും. എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എമർജൻസി ഒക്കെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എന്താ വരുന്നത്, എന്താണ് നമുക്ക്. അപ്പൊ എന്നോട് കോണ്ടാക്ട് ചെയ്താൽ മതി, പേഴ്സണലി എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അതിന്റെ ടൈം ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ. എന്റെ ആണെങ്കിൽ ഞാൻ ടൈം ചേഞ്ച് ചെയ്ത് തരാം. വേറെ മിസ്സുമാരുടെ ആണെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാദ്ര മിസ്സിന്റെയും മിസ്സിന്റെയും ആണെങ്കിലും ഞാൻ അവരോട് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. മാം സിബിയുടെ മ്യൂട്ട് ചെയ്തത് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, 1 minute. വൈകുന്നേരം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലേ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്പർ ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ട്രാവൽ ചെയ്യാണ്, എനിക്ക് നമ്പർ എടുക്കാൻ പറ്റിയില്ല. നിങ്ങളൊന്ന് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പിൽ കേട്ടോ. നമ്പർ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നെക്സ്റ്റ് വീക്കോട് കൂടി നമ്മുടെ ക്ലാസ് എന്താവാനുള്ള ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അതെട്ടോ, ആ ക്ലാസ് പോയതേലും. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, ഞാൻ എടുത്ത ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് വരാനുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആ ടൈമിൽ ശ്രദ്ധിക്കും. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആ നമ്പർ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് മെയിൻ എക്സാം ഒക്കെ വരുമ്പോൾ ടെൻഷനും കാര്യങ്ങളും വരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യാം, നമുക്ക് കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. താങ്ക് യു മാം. അപ്പോ ഇതിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെന്താണ്, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മൂവ്മെന്റ്സ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ദിവസം കൂടി ഉണ്ടാവുള്ളൂ. ഓക്കെ,
റിവിഷൻ പറ്റുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കാം. മോക്ക് ടെസ്റ്റിനായിരിക്കും ഒരു 50% അല്ലെങ്കിൽ 60% ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. Thank you, ma'am. Thank you so much. താങ്ക് യു മാം. Thank you.